അമൽ നീരദ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രം ബൊഗെയിൻവില്ല. ബൊഗെയിൻവില്ലയുടെ തിരക്കഥാകൃത്ത് ലാജോ ജോസ് എഴുതിയ ഒരു പുസ്തകം റൂത്തിൻ്റെ ലോകം. റൂത്തിൻ്റെ ലോകത്തിൻ്റെ തനിപ്പകർപ്പാണോ ബൊഗെയിൻവില്ല എന്ന സംശയം നാളുകളായി പലരിലുമുണ്ട്. ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ ലാജോ ജോസ് ഇക്കാര്യം മുമ്പ് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായ ഒരു കഥയാണെന്നും ഇത് റൂത്തിൻ്റെ ലോകം അല്ലെന്നും അദ്ദേഹം വളരെ വ്യക്തമായി കൃത്യമായി മറുപടി പറഞ്ഞിരുന്നു. എങ്കിലും പലർക്കും ഇപ്പോഴും ആ സംശയം തീർന്നിട്ടില്ല. ഈ സംശയങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് കൂടെ നോക്കാം. ആദ്യത്തേത് പോസ്റ്ററുകളാണ്. സിനിമയുടെ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോൾ അതിലുള്ള ക്യാരക്ടറുടെ ലുക്ക് ആൻഡ് ഫീൽ, പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബൻ്റെയും ജ്യോതിർമയുടെയും കഥാപാത്രങ്ങളുടെ ലുക്ക്, അത് കണ്ട പലർക്കും സംശയം തോന്നി ഇത് റൂത്തും റൊണാൾഡും തന്നെയല്ലേ എന്ന്. രണ്ടാമതാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. സ്തുതി എന്ന പ്രമുഖ ഗാനം പുറത്തിറങ്ങുകയും അത് വലിയ ഹിറ്റാവുകയും പിന്നീട് അത് വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അതിനുശേഷം പുറത്തിറങ്ങിയ മറവികളെ എന്ന ലിറിക്കൽ വീഡിയോ, അതിൽ ജ്യോതിർമയെ കണ്ടപ്പോൾ വീണ്ടും ആളുകൾക്ക് സംശയം ഇത് റൂത്ത് തന്നെയല്ലേ എന്ന്. ക്യാൻവാസിൽ ചായക്കൂട്ടുകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മറവികളുടെ പിടിയിൽപ്പെട്ട അതേ റൂത്ത്. അപ്പോൾ അതേ സംശയം കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിലും വന്നു. പലപ്പോഴും സ്നേഹമുള്ള ഭർത്താവായി മാന്യനായി കാണപ്പെടുന്ന എന്നാൽ വേട്ടക്കാരൻ്റെ മനോവ്യാപാരമുള്ള റൊണാൾഡ് എന്ന കഥാപാത്രമാണോ കുഞ്ചാക്കോ ബോബൻ എന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട്. റെട്രോഗ്രേഡ് അമ്നീഷ്യ ബാധിച്ച റൂത്തിൻ്റെ ഓർമ്മകളും മറവികളും ഒരു നൂലിൽ കോർത്തെടുക്കും പോലെ കുരുത്തെടുത്ത് ദുരൂഹതകളുടെയും കുറ്റകൃത്യങ്ങളുടെയും ചുരുളരിക്കുന്ന നോവലാണ് റൂത്തിൻ്റെ ലോകം. സ്വന്തം ഐഡന്റിറ്റി പോലും അറിയാത്ത, തന്നെക്കുറിച്ച് ഡയറിയിൽ എഴുതിയ കുറിപ്പ് നോക്കി മാത്രം മനസ്സിലാക്കുന്ന കഥാപാത്രമാണ് റൂത്ത്. ഈ റൂത്ത് തന്നെയാണോ ജ്യോതിർമയി അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്നുള്ള സംശയമാണ് ശക്തമായി ഉയരുന്നത്. ഇനി ബൊഗെയിൻവില്ല റൂത്തിൻ്റെ ലോകമല്ല എന്ന തിരക്കഥാകൃത്തിൻ്റെ വാക്ക് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറായിരിക്കും ബൊഗെയിൻവില്ലയിലൂടെ നമ്മുടെ മുന്നിലെത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പറയുന്നതിനും ആരാധകർക്ക് കാര്യങ്ങളുണ്ട്. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന ലാജോ ജോസ് കഥകൾ എഴുതാനാണ് ജോലി രാജിവെക്കുന്നത്. ആദ്യം അദ്ദേഹം തിരക്കഥകളായിരുന്നു എഴുതിയത്. എന്നാൽ ഒരു തിരക്കഥ പോലും സിനിമയായില്ല. ഒരു ഘട്ടത്തിൽ തളരുമെന്ന് ഉറപ്പായപ്പോഴാണ് ലാജോ ജോസ് കഥകൾ എഴുതാൻ തുടങ്ങുന്നത്. നോവലുകൾ. ആദ്യം എഴുതിയ നോവലാണ് കോഫി ഹൗസ്. അതൊരു കോസി മിസ്റ്ററി ത്രില്ലറായിരുന്നു. ഒരു കോഫി ഹൗസിൽ നടക്കുന്ന കൊലപാതകങ്ങളെ ചുരുളഴിക്കുന്ന ക്രൈം ത്രില്ലർ. പിന്നീട് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതി. ഒരു കഥയ്ക്കും മറ്റൊരു കഥയുടെ ചുവയായിരുന്നില്ല എന്ന് ചുരുക്കം. കോഫി ഹൗസിന് ശേഷം വരുന്ന റെസ്റ്റ് ഇൻ പീസ്, അതും ചെറിയൊരു ഇടത്ത് നടക്കുന്ന കഥയാണ്. എന്നാൽ കോഫി ഹൗസുമായി യാതൊരു വിധത്തിലുള്ള സാമ്യവുമില്ല. കോഫി ഹൗസിലെ എസ്തർ ഇമ്മാനുവൽ സീരീസിൽ തന്നെ പെടുന്ന ഒരു കഥയാണ് ഹൈഡ്രാഞ്ചിയ. പിന്നീടാണ് റൂത്തിൻ്റെ ലോകം പുറത്തിറങ്ങുന്നത്. അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു. റൂത്ത്, റൊണാൾഡ് എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ അവരുടെ ഡയറി കുറിപ്പുകൾ പറയുന്നത് പോലെയുള്ള കഥ പറച്ചിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആദ്യം കാണുന്ന കഥാപാത്രങ്ങളല്ല പിന്നീട് ആ കഥാപാത്രങ്ങൾ വലിപ്പം വെച്ച് വരുമ്പോൾ ഉണ്ടാകുന്നത്. മറ്റൊരു ലോകം തന്നെ നമുക്ക് മുന്നിൽ സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ഇറങ്ങിയ കന്യാമറിയവും ഓറഞ്ച് തോട്ടത്തിലെ അതിഥിയും ഇതുമെല്ലാം വ്യത്യസ്തമായ ക്രൈം നോവലുകളാണ്. അങ്ങനെ ക്രൈം എഴുത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ വായനക്കാരിലേക്ക് പകർന്നു നൽകിയ എഴുത്തുകാരനായ ലാജോ ജോസ്, അദ്ദേഹം ബൊഗെയിൻവില്ല പോലത്തെ ഒരു സിനിമ എഴുതുമ്പോൾ അത് ഇനി റൂത്തിൻ്റെ ലോകമല്ലെങ്കിൽ കൂടിയും അത്ഭുതങ്ങൾ തന്നെയായിരിക്കും സ്ക്രീനിൽ കാണാൻ കഴിയുക എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ബൊഗെയിൻവില്ലയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. മൈക്കിളപ്പൻ്റെ ജീവിതം പറഞ്ഞ ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ചിത്രം. ജ്യോതിർമയി 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് സിനിമയിലേക്ക് എത്തുന്നു. കുഞ്ചാക്കോ ബോബനും ജ്യോതിർമയിയും ഫഹദ് ഫാസിലും ഷറഫുദ്ദീനും ശ്രിണ്ടയും എല്ലാം ഒന്നു ചേരുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം. ഉദയ പിക്ചേഴ്സും അമൽ നീരദ് പ്രൊഡക്ഷനും ചേർന്നാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 17 തിയേറ്ററുകളിലെത്തും.